ശശി തരൂരും കോൺഗ്രസും രണ്ട് വഴിക്കോ, രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ശശി തരൂർ. അത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ വഴിയിലായിരിക്കും, എനിക്കറിയില്ല. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത്. അത് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്റെ പേര്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള കേന്ദ്ര സംഘത്തെ തരൂർ നയിക്കുന്നത് കോൺഗ്രസിന്റെ നിർദ്ദേശമില്ലാതെ. കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ തരൂരിന്റെ പേരില്ല. കേന്ദ്ര സർക്കാർ നടപടി സത്യസന്ധമല്ലെന്ന് ജയറാം രമേശ്. അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ സ്വഭാവ ഹത്യയ്ക്ക് ശ്രമമെന്ന മർദ്ദനമേറ്റ അഡ്വക്കേറ്റ് ശ്യാമിലി. വനിതാ അഭിഭാഷകർ പോലും അപമാനിക്കാൻ ശ്രമിക്കുന്നു. എന്നോടെന്നല്ല, ഒരു കേസിലെയും ഒരു വ്യക്തിമിനെയും ഒന്നും, പ്രത്യേകിച്ച് കോടതി പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ആരെയും തന്നെ വിക്ടിം ബ്ലെയിമിങ് ഒരിക്കലും ചെയ്യരുത്. അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇന്ന്. വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. വ്യോമത്താവളത്തിലെ ഇന്ത്യൻ ആക്രമണം സമ്മതിച്ച പാക് പ്രധാനമന്ത്രി. നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചത് അറിഞ്ഞത് പുലർച്ചെ 2:30 ഷഹബാസ് ഷെരീഫ്. ഇന്ത്യ തകർത്തത് 600 ഡ്രോണുകളെന്നും പാകിസ്ഥാന്റെ സ്ഥിരീകരണം. ജി സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചത് സർക്കാർ തലപ്പത്ത് നിന്ന്. ഇന്നലെ തന്നെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം കിട്ടി. പാർട്ടി കൈയൊഴിഞ്ഞ് സുധാകരനെ വിമർശിച്ച് എച്ച് സലാം MLA. അഴിമതി കേസിൽ കുരുങ്ങി ED. കേസ് ഒഴിവാക്കാൻ പണം വാങ്ങിയത് ED ഉദ്യോഗസ്ഥന്റെ അറിവോടെ. ഒന്നാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ. അറസ്റ്റിലായവരുടെ മൊഴികളിൽ ഇയാളെക്കുറിച്ച് പരാമർശം. മെസ്സി കേരളത്തിൽ വരുമെന്ന കായിക മന്ത്രി. ഒക്ടോബറിൽ അർജന്റീന കേരളത്തിൽ കളിക്കും. സ്ഥിരീകരിച്ച് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും. IPL വീണ്ടും തുടങ്ങുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചിന്നസ്വാമിയിൽ ഏറ്റുമുട്ടും. ഇനിയുള്ള 17 മത്സരങ്ങൾ നടക്കുക 6 വേദികളിൽ.